സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരിയോ. എല്ലാവർക്കും നമസ്കാരം. ചിന്മയ സന്ധ്യയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചിന്മയ സന്ധ്യയിൽ ഇതുപോലെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ചിന്മയാനന്ദ സ്വാമികളുടെ ചിന്മയ മിഷൻ്റെ പ്രതിജ്ഞയെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയാനാണ്, അത് വിശദീകരിക്കാനാണ്. ശരിക്കും നാരദർ ഈ ഭക്തിസൂത്രത്തിൽ പറയും, തീർത്ഥി കുറുവന്തി തീർത്ഥാണി ശാസ്ത്രീ കുറുവന്തി ശാസ്ത്രാണി എന്ന്. മഹാത്മാക്കൾ എവിടെയാണോ അവർ ഇരുന്നിട്ടുള്ളത്, വിശ്രമിച്ചിട്ടുള്ളത്, താമസിച്ചിട്ടുള്ളത്, അത് പിന്നീട് തീർത്ഥഘട്ടങ്ങളാകുന്നു എന്നാ. അങ്ങനെയാണ് തീർത്ഥഘട്ടങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ അവരെന്താണോ പറയുന്നത്, അങ്ങനെയുള്ള ആ മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളതാണ് ശാസ്ത്രം എന്ന് പറയും. അപ്പം ശാസ്ത്രീ കുറുവന്തി ശാസ്ത്രാണി, തീർത്ഥീ കുറുവന്തി തീർത്ഥാണി. അപ്പം അങ്ങനെ ആ ഒരു പ്രമാണം വെച്ച് നോക്കുമ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ ചിന്മയ മിഷന് വേണ്ടിയിട്ട് ഒരു പ്രതിജ്ഞ ആവശ്യപ്പെട്ട സമയത്ത്, അതായത് അതിൻ്റെ ആ ചിന്മയ മിഷൻ രൂപം കൊള്ളുന്ന സമയത്ത് സ്വാമിജി ഒരു തുടർച്ചയായിട്ട് അങ്ങനെ പറയുകയായിരുന്നു. അതിൻ്റെ അത് യാതൊരു വിധത്തിലുള്ള വലിയ ഒരുപാട് തയ്യാറെടുപ്പുകളോ കാര്യങ്ങളോ ഒന്നും കൂടാതെ തന്നെ അനായാസേന, കാരണം പറഞ്ഞത് അത്രയും ഒരു ധർമ്മശാസ്ത്രത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ചിന്മയോപനിഷത്ത് ഇന്നാൾ രചിച്ചു എന്നുള്ളത് കൊണ്ട് ആ ആളുടെ പേരിൽ അതറിയാം. അപ്പോൾ നമുക്കങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. മിഷൻ സ്വാമിജി അത് നമുക്ക് തന്നിട്ടുള്ളത്, ലോകർക്ക് നൽകിയിട്ടുള്ളത്, അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിജ്ഞയാക്കി മാറ്റാനാണ്. ആ പ്രതിജ്ഞ ചൊല്ലുന്നതിന് ഒരു രീതി സ്വാമിജി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. വലത് കൈ എടുത്ത് ഇടത് നെഞ്ചിൽ വെച്ചിട്ടാണ് പ്രതിജ്ഞ ചൊല്ലുന്നത്. എന്താണ് ആ പ്രതിജ്ഞയിൽ പറഞ്ഞിരിക്കുന്നത്? ചിന്മയാനന്ദ സ്വാമികളെ കുറിച്ച് ഒരുമാതിരി എല്ലാവർക്കും അറിയുന്നതാണ്. മലയാളിയാണ്, എറണാകുളത്തും തൃശ്ശൂരുമാണ് സ്വാമിജിയുടെ അച്ഛൻ്റെതും അമ്മയുടേതുമായിട്ടുള്ള സ്ഥലങ്ങൾ. പൂതാമ്പള്ളി ബാലകൃഷ്ണ മേനോൻ അന്ന് സ്വാമിജിയെ പഠിക്കുന്ന കാലത്ത് സിൽക്ക് ബാലൻ എന്നൊക്കെ അറിയും. സദാസമയം സിൽക്ക് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് നടക്കുന്ന ആളായിരുന്നു. നല്ല ശ്രദ്ധയായിരുന്നു അതിലൊക്കെ. പിന്നീടാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് നടക്കുന്ന സമരങ്ങളിലും അതിലുമൊക്കെ സജീവമായിരുന്നു. നാഷണൽ ഹെറാൾഡ്, ഈ പത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കോൺട്രവേഴ്സിയൊക്കെ അതിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള നാഷണൽ ഹെറാൾഡ് പത്രത്തിൽ പത്രപ്രവർത്തകനായിട്ട് ആണ് സ്വാമിജിയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. സ്വാമിജി യുവാക്കളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്ന സമയത്ത് സ്വാമിജി അത് പറയാറുണ്ട്. ഒരു വെള്ളിയാഴ്ച ഡൽഹിയിൽ നിന്ന് ഹരിദ്വാർ വഴി ഋഷികേശിലേക്ക്
ഒരു യാത്ര ചെയ്യുകയാണ്. എന്തിനാണെന്നാണെങ്കിൽ ഈ സന്യാസിമാർ വെറുതെ ഇങ്ങനെ പണിയൊന്നും എടുക്കാതെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ജനങ്ങളെ മുഴുവൻ സ്വാതന്ത്ര്യത്തിൻ്റെ അതിൽ ഊന്നൽ നൽകി പ്രബോധനം നൽകുന്നതിന് പകരം ഈ നാടിൻ്റെ ശാപമായിട്ടാണ് ഇവർ തീരുന്നത്. ഒരു പണിയില്ലാതെ ഇങ്ങനെ ഈ ഗുഹയിൽ ഇരുന്ന് ആശ്രമത്തിലൊക്കെ ഇരുന്ന് അങ്ങനെ കഴിഞ്ഞുകൂടുക, ബാക്കിയുള്ളവരെ അലസന്മാരാക്കുകയാണ്. അപ്പം ഇന്ത്യയുടെ ആലസ്യത്തിൻ്റെ കാരണം ഈ കാഷായ വസ്ത്രധാരികളാണ് എന്ന ഒരു തിരിച്ചറിവായിരുന്നു ബാലകൃഷ്ണ മേനോൻ എന്ന നാഷണൽ ഹെറാൾഡ് പത്രത്തിലെ പ്രവർത്തകനായിരുന്ന ബാലകൃഷ്ണ മേനോൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ബാലകൃഷ്ണ മേനോൻ ഈ പറഞ്ഞ പോലെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിക്കുന്നു, ഹരിദ്വാർ വഴി ഋഷികേശിലേക്ക്. എന്തിനാണ്? അന്ന് ഒരു MBBS ഡോക്ടറൊക്കെയായി പ്രവർത്തിച്ച ഡിവൈൻ ലൈഫ് സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആശ്രമത്തിൻ്റെ അധിപൻ സ്വാമി ശിവാനന്ദ സരസ്വതി, ഈ ശിവാനന്ദ സ്വാമികളെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പം സ്വാമിജി പറയുന്നത് പത്രപ്രവർത്തകനായിട്ടുള്ള ഒരു പത്രക്കാരൻ്റെ കയ്യിലുണ്ടായിരിക്കുന്ന നോട്ട്ബുക്കും ക്യാമറയും ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ശനി ഞായറും ഈ 2 ദിവസം കൊണ്ട് ഇൻ്റർവ്യൂ പൂർത്തീകരിച്ച് തിങ്കളാഴ്ച ജോലിയിൽ കണ്ടശയായിട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയായിട്ടാണ് പോയത്. അപ്പോൾ സ്വാമിജി പറയുന്നത് വെള്ളിയാഴ്ച പോയിട്ട് തിങ്കളാഴ്ച തിരിച്ചു വന്ന് ജോലിയിൽ പ്രവേശിക്കുക, ഇതാണ് ഉദ്ദേശം. സ്വാമിജി യുവാക്കളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പറയുന്നത്, പിന്നെ ആ ബാലകൃഷ്ണ മേനോന് തിരിച്ചൊരു തിങ്കളാഴ്ച കിട്ടിയിട്ടില്ല ജോലിയിൽ കയറാൻ. അപ്പോൾ ഏതൊരു കൂട്ടരാണോ ഈ നാടിൻ്റെ ശാപമാണ്, മൂരാച്ചികളാണ് എന്നൊക്കെ ധരിച്ചിരുന്നത്, ആ ധാരണയെ മൊത്തം ശിവാനന്ദ സ്വാമികൾ മാറ്റിമറിക്കുകയായിരുന്നു. മാത്രമല്ല കൂടുതൽ പഠിക്കാൻ, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തയ്യാറാവുന്നു. പിന്നീട് കൂടുതൽ അറിയാൻ വേണ്ടി ശിവാനന്ദ സ്വാമികൾ തന്നെ തപോവനസ്വാമികളുടെ അടുത്തേക്ക് നിർദ്ദേശിക്കുന്നു. അവിടുന്ന് തപോവനസ്വാമികളുടെ അടുത്ത് പോയിട്ട് ഈ വേദാന്ത ശാസ്ത്രം പഠിക്കുന്നു. പിന്നീടാണ് അവിടുന്ന് 51 തിരിച്ചു വരുന്നത് ഹിമാലയത്തു നിന്ന് താഴേക്ക്. പൂനെയിൽ ആദ്യത്തെ ഗീതാജ്ഞാന യജ്ഞം തുടങ്ങുന്നു. പിന്നീട് അങ്ങോട്ടേക്കൊരു ഈ ആധ്യാത്മിക യാത്രയായിരുന്നു സ്വാമിജിയുടെ. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. മദ്രാസിൽ സ്വാമിജി ജ്ഞാനയജ്ഞം നടത്തുമ്പോൾ വലിയൊരു ആചാരവാദികൾ, സമ്പ്രദായവാദികൾ സ്വാമിജിയുടെ ഗീതാജ്ഞാന യജ്ഞത്തെ ഉപരോധിക്കുന്നുണ്ട്. അന്ന് ഇങ്ങനെയൊരു ജ്ഞാനയജ്ഞം, പൊതു ജ്ഞാനയജ്ഞം എന്ന പേരിൽ, സാധാരണ ഈ ജ്ഞാനയജ്ഞം എന്നൊക്കെ പറഞ്ഞാൽ, യജ്ഞം എന്ന് പറഞ്ഞാൽ ഹോമകുണ്ടാണ്, ഇഷ്ടിക നിരത്തലാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഭഗവത്ഗീതയെക്കുറിച്ച്, ഉപനിഷത്തിനെക്കുറിച്ച് പ്രസംഗിക്കുക, അതും ഇംഗ്ലീഷ് ഭാഷയിൽ. അപ്പോൾ ഈ ആചാരവാദികൾ കണ്ടെത്തിയ ദോഷം എന്ന് പറയുന്നത്, അതിലെ കുറ്റം എന്ന് പറയുന്നത്, ഉപയോഗിക്കുന്ന ഭാഷയായിരുന്നു. അത് മ്ലേച്ഛ ഭാഷയാണ്.
അത് വൈദേശിക ഭാഷയാണ്. അപ്പോൾ ഈ മ്ലേച്ഛ ഭാഷയിൽ, വൈദേശിക ഭാഷയിൽ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായിട്ടുള്ള ഉപനിഷത്തും ഭഗവത്ഗീതയും ഉച്ചരിക്കുന്നതേ ശാപമാണ്, പാപമാണ്. അതുകൊണ്ട് ഇത് ഉപരോധിക്കേണ്ടതാണ്. അതാണ് അന്നത്തെ കാരണം. അങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ തടിച്ചുകൂടി അതിനെതിരായിട്ടുള്ള സമരങ്ങളും പോർവിളികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനൊരു തീർപ്പുണ്ടാക്കിയത് അന്നത്തെ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ അപ്പോഴേക്കും സ്വാമിജിയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. പൂനെയിൽ ജ്ഞാനയജ്ഞം തുടങ്ങിയപ്പോഴേക്കും, അല്ലെങ്കിൽ ജ്ഞാനികൾ മനസ്സിലാക്കുന്നു, അജ്ഞാനികൾ അറിയുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, പെരിയവർ അദ്ദേഹം പറഞ്ഞു, നിങ്ങളത് പോയി കേൾക്കൂ, അദ്ദേഹത്തിൻ്റെ നാവിൽ സരസ്വതിയാണ്, അത് കേൾക്കൂ എന്ന് പറഞ്ഞ് അതിനൊരു തീർപ്പുണ്ടാക്കി. എന്നാലും വലിയ വിമർശനത്തോടും ഒക്കെ കൂടി കാര്യങ്ങൾ നടന്നു. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് എന്താണ് ഇത് എന്ന്. ഏതൊന്നാണോ വിവേകാനന്ദ സ്വാമിജിയുടെ സങ്കല്പമായി പറഞ്ഞത്, ഈ ഗിരിഗഹ്വരങ്ങളിലും ആശ്രമവാടങ്ങളിലും മാത്രം തളയ്ക്കപ്പെട്ട ഈ ജ്ഞാനത്തെ ഞാൻ ഗ്രാമഗ്രാമാന്തരങ്ങളിലും നാൽക്കവലകളിലും വാരി വിതറാൻ ആഗ്രഹിക്കുന്നു എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്. കാരണം ഇത് മുഴുവൻ ലോകത്തിനും നൽകേണ്ടതാണ്. മുഹമ്മദ് മലയുടെ അടുത്തേക്ക് പോയിട്ടില്ല, മല മുഹമ്മദിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് പോലത്തെ ഒരു പരിപാടി എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ള അതാണ് വിവേകാനന്ദ സ്വാമികൾ ചെയ്തത്. സ്വാമിജിക്കും അത് തന്നെയായിരുന്നു. തപോവൻ സ്വാമികളുടെ അടുത്ത് നിന്ന് പഠിച്ച് ഇറങ്ങുമ്പോൾ തപോവൻ സ്വാമികൾ പറഞ്ഞു, ചിന്മയ, ഇങ്ങനെ എനിക്ക് താഴെ പോയിട്ട് ഈ അറിവ് ജനങ്ങളോട് പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാമിജിയോട് തപോവൻ സ്വാമികൾ പറഞ്ഞു, ചിന്മയ, ഒരു 3 ആളുണ്ടെങ്കിൽ തുടർന്നോളാൻ പറഞ്ഞു, ഇല്ലെങ്കിലോ ഇങ്ങോട്ട് തന്നെ പോരുക എന്ന് പറഞ്ഞു. അപ്പം സ്വാമിജി പിന്നെ അത് താഴേക്ക് പോയപ്പോൾ ആദ്യത്തെ പ്രഭാഷണത്തിൽ സ്വാമിജിയെ കൂടാതെ 4 ആളുണ്ടായിരുന്നു എന്നാ. അതുകൊണ്ട് അത് തുടർന്നു. പക്ഷെ അതിന് വേറൊരു 3 ആളെ നോക്കാൻ പറഞ്ഞിരുന്നു. സ്വാമിജി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, 10,000ങ്ങളും അതിൽ കൂടുതൽ ആളുകൾ, ശ്രോതാക്കൾ ഇരിക്കുന്ന ജ്ഞാനയജ്ഞത്തിൽ ഒരിക്കൽ സ്വാമിജി പറഞ്ഞു, തപോവൻ സ്വാമികൾ പറഞ്ഞു, 3 ആളെ ഞാൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ആ 3 ആളെ. അതിന് വേറൊരു തലമുണ്ട്. ഭഗവാൻ ഗീതയിൽ പറയും, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകൾ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ, അതിലൊരുവനാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്, യത്നിക്കുന്നത്. യതതാമപി സിദ്ധാനാം, ആ യത്നിക്കുന്നവരിൽ കശ്ചിൻ മാം വേത്തി തത്വതഃ, അതിലൊരുവൻ എന്നെ അറിയുന്നു. അങ്ങനെ 3 പേരെ സ്വാമിജിയുടെ അവസാനം വരെ, ഭൗതിക ശരീരം 93 ഓഗസ്റ്റ് 3-ാം തീയതി വരെ ആ യാത്ര നടത്തിക്കൊണ്ടിരുന്നു. 3 എത്രയോ ആളുകളെ കണ്ടെത്തി, എത്രയോ ആളുകളെ അത് പ്രചോദിപ്പിച്ചു. അങ്ങനെയുള്ള വലിയൊരു മഹാമനീഷിയുടെ അഭിനവ പാർത്ഥസാരഥി എന്ന് ലോകം
പിന്നീട് വിളിച്ച ചിന്മയാനന്ദ സ്വാമികൾ ചിന്മയ മിഷനും ലോകത്തിനും വേണ്ടി നൽകിയിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മളെ സംബന്ധിച്ച് ഇന്ന് ചിന്മയ ബാലവിഹാർ, യുവകേന്ദ്ര, ദേവി ഗ്രൂപ്പ്, മിഷൻ പ്രവർത്തകർ അല്ലാതെ ഉള്ളവർക്കൊക്കെ വളരെ അവരൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളെ വീണ്ടും വീണ്ടും വിചാരം ചെയ്യുമ്പം അങ്ങേയറ്റം ഹൃദ്യമായിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് സ്വാമിജി അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പ്രതിജ്ഞ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇടാം. അതിൻ്റെ മലയാളമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സ്വാമിജി ഇംഗ്ലീഷിലാണത് ചെയ്തിട്ടുള്ളത്. മലയാളത്തിലും സ്വാമിജി മലയാളിയാണല്ലോ, എങ്കിലും മിഷൻ പ്ലഡ്ജ് എന്നുള്ള നിലയിൽ ഇംഗ്ലീഷിലാണത് കൂടുതൽ ലോകം മുഴുവൻ ഉള്ള ഒരു ഇൻ്റർനാഷണൽ സ്പിരിച്വൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ. പിന്നെ സ്വാമിജിയുടെ ജ്ഞാനയജ്ഞം കേട്ടിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. കേരളത്തിൽ സ്വാമിജി ഗീതാജ്ഞാനയജ്ഞമൊക്കെ നടത്തുമ്പോൾ മലയാള വാക്കുകൾ ധാരാളം ഉപയോഗിക്കും. ചിലപ്പം സ്വാമിജി പുറത്തും അതൊക്കെ ഉപയോഗിക്കും, ചിലത് വാക്കുകളൊക്കെ. നമുക്കറിയാലോ സ്വാമിജിയുടെ ഒരു ശൈലി. ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിൽ തന്നെ ചിലപ്പം ഒരു പ്രത്യേക രീതി എല്ലാം ഉണ്ടല്ലോ. ഫീലർ, തിങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ടുള്ള. അപ്പോൾ ആ സ്വാമിജി അങ്ങോട്ട് ചോദിച്ച സമയത്ത് ഒരു ഒഴുക്കായിരുന്നു. വി സ്റ്റാൻഡ് ആസ് വൺ ഫാമിലി ബൗണ്ട് ടു ഈച്ച് അതർ വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മലയാളം അത് എല്ലാ ഭാഷയിലേക്കും മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് സ്വാമിജിയുടെ സമയത്ത് തന്നെ. സംസ്കൃതത്തിൽ, ഹിന്ദിയിൽ, ഇംഗ്ലീഷ്, എല്ലാ ഭാഷയിലും, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും, എല്ലാ പ്രാദേശിക കേന്ദ്രങ്ങളിലും അതത് ഭാഷയിൽ അവരാ പ്രതിജ്ഞ വലതു കൈ ഇടത് നെഞ്ചിൽ ചേർത്ത് വെച്ച് പ്രതിജ്ഞ ചൊല്ലാറുണ്ട്. നമുക്ക് മലയാളത്തിലുള്ളതിനെ പരിചയപ്പെടാം. സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. ആദ്യത്തെ വരിയാണ്. എന്താണ് സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ചിന്മയ മിഷനിലെ അംഗങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരും ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളും ചിന്മയ പ്രസ്ഥാനത്തിലെ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ ചിന്മയ വിദ്യാലയത്തിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഓഫീസ് ബെയറേഴ്സും പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷനും അതിലെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും ഇവരൊക്കെ കൂടിയുള്ള ഒരു ഫാമിലി എന്നുള്ളത് മാത്രമാണോ? അതൊക്കെ ഫാമിലിയാണ്. ചിന്മയ ഫാമിലി എന്ന് പറയുമ്പോൾ അവരൊക്കെ ഫാമിലി എന്ന് പറയും. അതല്ല. കാരണം ഇത് പറയുന്നത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അത് ഋഷി തുല്യനായിട്ടുള്ള ഭഗവത്ഗീതയുടെ മറ്റൊരു മുഖമായ രൂപമായ ഒരു മഹാത്മാവാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ, നാരദർ പറഞ്ഞതുപോലെ, ശാസ്ത്രീ കുർവന്തി ശാസ്ത്രാണി, ശാസ്ത്രത്തെ എപ്പോഴും, ധർമ്മശാസ്ത്രത്തെ നിരന്തര മനനത്തിനും അതിൻ്റെ പ്രഭാഷണത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ആ ധർമ്മശാസ്ത്രത്തിൻ്റെ പ്രതിരൂപം ആയിട്ടുള്ള മഹാത്മാവ് പറയുന്നത് ധർമ്മശാസ്ത്രമാണ്. അപ്പോൾ സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു എന്ന് ഗീതാചാര്യൻ പറയുമ്പോൾ
ഒരു ഗീതാചാര്യൻ പറയുമ്പോൾ അത് എവിടെ നിന്നാണ് പറയുന്നത്? ഭഗവത്ഗീതയിൽ എന്താണോ ഭഗവാൻ പറഞ്ഞത്, സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുഗ്. അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ളൊരു വേർഷനാണ്. എന്താണോ ശ്രീനാരായണ ഗുരുദേവൻ ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, അങ്ങയുടെ കരങ്ങളാൽ ഞങ്ങളിതാ ബന്ധിതരായിരിക്കുന്നു. ഇവിടെ സ്വാമിജി ഉപയോഗിക്കുന്നത് സ്നേഹവും ലവ് ആൻഡ് റെസ്പെക്റ്റാണ്. സ്നേഹാദരങ്ങളാൽ നമുക്ക് ഈ വിശ്വത്തോട് ഈ രണ്ടും ചേർത്തിട്ടുള്ള ഒരു ഒരു ബൈൻഡിങ്, ലവ് ആൻഡ് റെസ്പെക്റ്റ്. ഇത് കേവലം നമ്മുടെ രക്ഷിതാക്കളും നമ്മളെ പഠിപ്പിച്ചവരോട് മാത്രമാണോ? അല്ല എന്ന് പറയാം. അപ്പം സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. അപ്പം എൻ്റെ കുടുംബത്തിൽ ഇല്ലാത്തതാരാണ്? ഏതെന്നാണോ സ്വാമിജി എപ്പോഴും ഉപനിഷത്തുകൾക്കും എല്ലാറ്റിനും അല്ലാത്തൊരു സത്സംഗം തുടങ്ങുമ്പം തന്നെ സ്വാമിജി ചൊല്ലുന്നത് എന്താണ്? ആദ്യം തന്നെ ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ സഹ നൗ അവതു. നമ്മളെ രണ്ടുപേരെയും, എന്നെ കൂടാതെ ഈ പ്രപഞ്ചത്തിലെ മറ്റുള്ള ഓരോന്നിനെയും അവതു രക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. അപ്പം സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി വസുദൈവ കുടുംബകം നാം നിലകൊള്ളുന്നു. നിലകൊള്ളണേ, നിലകൊള്ളാൻ സാധിക്കണേ എന്നതല്ല. ഇത് വലത് കൈ എടുത്ത് ഇടത് നെഞ്ചിൽ വെച്ച് എടുക്കുന്ന പ്രതിജ്ഞയാണ്. ഞാൻ അങ്ങനെയാണ് എന്നതാണ്. അപ്പം സ്നേഹവും ആദരവും കൊണ്ട് എൻ്റെ പ്രപഞ്ചം, എൻ്റെ ഈ കുടുംബം എന്ന് പറയുന്നത് സ്നേഹാദരം കൊണ്ടാണ് അതിലാണ് ഞാൻ നിലകൊള്ളുന്നത്. എങ്ങനെയാണ് എനിക്ക് ഈ കുടുംബം, എൻ്റെ റിലേഷൻ എങ്ങനെയാ? നമ്മൾ സാധാരണ ചോദിക്കുമല്ലോ, അച്ഛൻ വഴിയാണോ, അമ്മ വഴിയാണോ, അതോ പണ്ടവിടെ വാടകയ്ക്ക് താമസിച്ചതാണോ, ബ്ലഡ് റിലേഷനാണോ നിങ്ങൾ? അല്ല, എൻ്റെ അച്ഛനെ പോലെയാണ്, അമ്മയെ പോലെയാണ്. കാരണം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളതാണ്, ആ റിലേഷൻഷിപ്പാണ്. അതല്ല ഇത്. അപ്പോൾ ഇത് മരിച്ചു കഴിഞ്ഞാൽ പൊലയുണ്ടോ ഇത്യാദികളൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ വീട്ടുകാർ അമ്മ വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അതിനേക്കാൾ രൂഢമൂലമായിട്ടുള്ളതാണ്. സ്നേഹവും ആദരവും കൊണ്ട് പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. നേരത്തെ പ്രജാപതി പറഞ്ഞതുപോലെ സഹയജ്ഞ പ്രജാ സൃഷ്ടുവ, ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതേ ഈ യജ്ഞഭാവത്തോട് കൂടിയിട്ടാണ്. അനേന, ഇതുകൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവിൻ. അപ്പം ആ യജ്ഞത്തെയാണ് സ്വാമിജി ഇവിടെ എന്തായി പറയുന്നത്? സ്നേഹവും ആദരവും. അതുണ്ടെങ്കിൽ പിന്നെ അതൊരു വലിയ ഒന്നാണെന്ന് പറയാം. ഭഗവത്ഗീത ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന 3-ാം അധ്യായത്തിൻ്റെ ഏറ്റവും 3-ഉം 4-ഉം അധ്യായത്തിൻ്റെ സ്പിരിറ്റ്, യജ്ഞ സ്പിരിറ്റ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. തുടർന്ന് പറയുന്നത് അകത്തും പുറത്തുമുള്ള എല്ലാ നീചവാസനകളോടും വ്യാജമൂല്യങ്ങളോടും പൊരുതുവാൻ സദാ സന്നദ്ധവും സുധീരവും സുശിക്ഷിതവുമായ ഒരു സൈന്യത്തെ പോലെ
നാം സേവനമനുഷ്ഠിക്കുന്നു. എന്താണ്? അകത്തും പുറത്തുമുള്ള, അകത്ത് എന്താണോ അകത്തുള്ളത് അതാണ് പുറത്ത് കാണുന്നത്. അപ്പം ഈ അകത്തുള്ളത് എൻ്റെ ഉള്ളിലുള്ളതാണ്, പുറത്തോ അതെൻ്റെ കരചരണങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നതാണ്. രണ്ടിനും ഞാനാണ് ഉണ്മ കൊടുക്കുന്നത്. അപ്പം അകത്തും പുറത്തുമുള്ള എന്തൊക്കെയാണ്? എല്ലാ നീചവാസനകളോട്. ഈ നീചവാസനകളുടെ രൂപം 2-ാം അധ്യായത്തിൽ പറയും. ഗീതാചാര്യൻ, ഗീതാകാരൻ എന്നുള്ള നിലയിൽ സ്വാമിജിയിൽ നിന്ന് വരുന്നത് ഇത് അത്രയും ഭഗവത്ഗീതയും ഉപനിഷത്തുമാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനിലേക്ക് നീചവാസനകൾ കടന്നു വരുന്നത്? 2-ാം അധ്യായം. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പം അകത്തും പുറത്തുമുള്ള നീചവാസനകൾ എന്ന് പറയുമ്പോൾ അതിനോട് പൊരുതുവാൻ സദാസന്നദ്ധവും എപ്പോഴും വളരെ അലേർട്ടായിട്ട്, എന്ന് പറഞ്ഞാൽ എൻ്റെ ധ്യാനത്തിൽ ഞാൻ ആലോചിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ അങ്ങേയറ്റം ജാഗരൂകനാണ്. അകത്തും പുറത്തുമുള്ള എല്ലാ നീചവാസനകളോടും വ്യാജമൂല്യങ്ങളോടും. ഈ മൂല്യങ്ങൾ 2 ടൈപ്പ് ഉണ്ട്. അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. രാമകൃഷ്ണദേവൻ പറയുന്നത് പോലെ, രാമകൃഷ്ണദേവൻ പറയും ഈ കടയിൽ കടക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, അവിടെ കുറേ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് കയറി വരുന്ന എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കയറി വരുന്ന ആളുകൾ കയറി വരുമ്പം തന്നെ ആദ്യത്തെ ആൾ പറയും നമോ നാരായണ ഹരിയോം ഹരിയോം എന്ന്. അപ്പോൾ തൊട്ടപ്പുറത്തുള്ളവൻ പറയും ശംഭോ മഹാദേവ എന്ന്. വേറൊരുത്തനാണെങ്കിൽ നമശിവായ നമശിവായ. ഇങ്ങനെ പല നാമങ്ങൾ രാമകൃഷ്ണദേവൻ പറയുന്നതാണ്. പല നാമങ്ങൾ, ഈശ്വരനാമങ്ങൾ ഇവർ ഉച്ചരിക്കും. രാമകൃഷ്ണദേവൻ പറഞ്ഞു ഇതെല്ലാം ഒരു കോഡാണെന്നാണ്. എന്താണ് കോഡ്? ആദ്യത്തവൻ വിളിക്കുന്നതാണ്. ആദ്യത്തവൻ പറയുന്ന ഹരിയോം ഹരിയോം മഹാദേവ ശംഭോ മഹാദേവ എന്ന് പറയുമ്പോൾ എടാ ഇതാ ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവനെ ഞാൻ നേരെയാക്കുന്നുണ്ട്, നോക്കട്ടെ ഞാൻ എന്താണ് ഇവന് വേണ്ടത്, എങ്ങനെയാ ചെയ്യുക. അപ്പോൾ മറ്റവൻ പറയുക നമശിവായ നമശിവായ, നിനക്ക് പറ്റിയില്ലേ എൻ്റെ അടുത്തേക്ക് വിട്ടോ, ഞാൻ ശരിയാക്കും. അപ്പം ഇവർ ഉച്ചരിക്കുന്ന ദൈവനാമങ്ങളെല്ലാം കോഡാണ്. അപ്പം നമ്മളൊരാളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് കരുതൽ കൊടുക്കുന്നു, നമ്മളൊരാളോട് ചിരിക്കുന്നു, നമ്മളൊരാളോട് പറയുന്നു ഉറപ്പ് അത് ഇത് എന്നൊക്കെ പറയുന്നത് ഈ മൂല്യങ്ങളെ വ്യാജമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. അതിൻ്റെ ഉണ്മ നമ്മളാണ്. ഇത് പ്രതിജ്ഞ എടുക്കുകയാണ്. അകവും പുറവുമുള്ള എല്ലാ നീചവാസനകളോടും വ്യാജമൂല്യങ്ങളോടും പൊരുതുവാൻ സദാസന്നദ്ധവും സുധീരവും സുശിക്ഷിതവുമായ, അതിനാണ് ഒരു ധീരത വേണ്ടത്. ധീരൻ എന്ന് ഉപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ വിഷയേഭ്യ ദിയം രാതി ഇതി ധീര, വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നവനെയാണ് ധീരൻ എന്ന് പറയുന്നത്. അപ്പോൾ അവനാരാണ്? ഈ പ്രതിജ്ഞ എന്ന് പറയുന്നത് സ്വാമിജി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളെ നമുക്ക് അതിമനോഹരമായിട്ട് ഓത്താക്കി എടുക്കുകയാണ്. ഇതുപോലെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗദ്യ പ്രാർത്ഥന. അതൊരു പ്രതിജ്ഞയാണ്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിരിക്കുന്ന ഇതെന്താണ്? പരമാത്മാവിൽ നിന്നുണ്ടായി പരമാത്മാവിൽ നിലനിന്ന് പരമാത്മാവിലേക്ക് ലയിക്കുന്നതാകുന്നു എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗദ്യപ്രാർത്ഥനയുണ്ടല്ലോ, അതൊരു പ്രതിജ്ഞയാണ്. മറ്റൊരു പ്രതിജ്ഞ
അപ്പം അകവും പുറവും. മറ്റിടത്ത് ദൈവദശകം പറയുമ്പോൾ എന്താ? അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. ഇവിടെയോ ഈ അകത്തേക്കും പുറത്തേക്കും ആ ഭഗവത് മാഹാത്മ്യത്തിന് പകരം ആ ഭഗവാൻ എന്നുള്ളതിന് തടസ്സം നിൽക്കുന്ന എൻ്റെ സ്വാർത്ഥതകളും ആ സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്ന വ്യാജങ്ങളായിട്ടുള്ള മൂല്യങ്ങളോടും അതിനെ ഞാൻ പൊരുതണം. എന്തിനു വേണ്ടി? രാവണനോട് ഞാൻ പൊരുതുന്നത് രാമന് നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അത് എൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. അകത്തും പുറത്തുമുള്ള എല്ലാ നീചവാസനകളോടും വ്യാജമൂല്യങ്ങളോടും പൊരുതുവാൻ സദാ സുധീരവും സുശിക്ഷിതവുമായ അതിനെനിക്ക് എന്തുണ്ട്? ഒരു ട്രെയിനിങ് ഉണ്ട് എന്ന് പറയാം. അകത്തും പുറത്തുമുള്ള എല്ലാ നീചവാസനകളോടും വ്യാജമൂല്യങ്ങളോടും പൊരുതുവാൻ സദാ സന്നദ്ധവും. ഞാൻ സന്നദ്ധനായാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഞാൻ അതിന് സന്നദ്ധനല്ല എങ്കിലോ അവർ വന്ന് കയറി കളിക്കും. ഞാൻ സന്നദ്ധനാണ്. ഞാൻ എപ്പോഴും ജാഗ്രതയുള്ളവനാണ്. സദാ സന്നദ്ധവും സുധീരവും സുശിക്ഷിതവുമായ അതിലെനിക്കൊരു ട്രെയിനിങ് ഉണ്ട്. അതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഒരു സൈന്യത്തെ പോലെ, സുശിക്ഷിതവുമായ ഒരു സൈന്യത്തെ പോലെ നാം സേവനമനുഷ്ഠിക്കുന്നു. അപ്പോൾ അവിടെ അച്ചടക്കമുണ്ട്. സൈന്യത്തിൽ അതൊക്കെ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ദാസൻ ഞാൻ തന്നെയാണ്. എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ശരീരം, എൻ്റെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയഗ്രാമം സംനിയമ്യ, എങ്ങനെയാണോ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയമനം ചെയ്യേണ്ടത്. ഒരു സാധകൻ്റെ ശമ, ദമ, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം, ഇതുകൊണ്ടൊക്കെ ഞാനൊരു യോദ്ധാവിനെ പോലെ, എൻ്റെ കയ്യിലെ പരിചയം, വാളും ഒക്കെ ഇതാണ്. എൻ്റെ ആയുധങ്ങൾ, ഉപകരണങ്ങൾ ഇതാണ്. മറ്റേത് തോക്കും കടാരിയൊക്കെ ആണെങ്കിൽ അതല്ല. സദാ സന്നദ്ധവും സുധീരവും സുശിക്ഷിതവുമായ ഒരു സൈന്യത്തെ പോലെ നാം സേവനമനുഷ്ഠിക്കുന്നു. ബഹുവചനാണ്. നാം, നമ്മളെല്ലാവരും. അതിൽ ഞാനും, അല്ലെങ്കിൽ ഞാൻ സേവനമനുഷ്ഠിക്കും. അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു. സ്വാമിജിയുടെ ജീവിതം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ തപോവൻ സ്വാമികളിൽ നിന്ന് അനുഭവിച്ചത്, ഉൾക്കൊണ്ടത്, അതിൽ കൂടുതൽ തന്നെയാണ് ഉൽപ്പാദിപ്പിച്ച് ലോകത്തിന് നൽകിയിട്ടുള്ളത്. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പം അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക നമ്മളൊക്കെ തന്നെ. അത് ഏത് കാര്യത്തിലാണെങ്കിലും. നമ്മൾ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതിൽ കൂടുതൽ വരുന്നവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകണം. ഇത് പണ്ട് ഒരു കാരണവർ പറഞ്ഞു, എടാ 4 തലമുറയ്ക്ക് 5 തലമുറയ്ക്ക് വേണമെങ്കിൽ 5 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഞാനിവിടുന്ന് പോണത്. കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തായി പറയണത്? ഇവിടെ കടക്കാരെ കൊണ്ട് ശല്യമാണ്, ഇരിക്കുന്ന ഈ കടപ്പാടം പോലും ഇല്ല, എന്നിട്ട് ഇങ്ങോട്ട് പറയാൻ തള്ളലിന് ഒരു കുറവുമില്ല എന്ന് പറയാം. 5 തലമുറയ്ക്കുള്ളത്, 5 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടാണ്. അവർ പറഞ്ഞത് കറക്റ്റാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പലകയുണ്ട്, നല്ലൊരു മരത്തിൻ്റെ ഒരു പലക, നല്ല കട്ടിയുള്ള മരം. അതിൽ ഇരുന്നുണ്ണ 5 തലമുറ ഇരുന്നുണ്ട് കഴിഞ്ഞാലും അതിലൊന്നും സംഭവിക്കാൻ പോകില്ല. അത് നല്ല കരിങ്കല്ല് പോലത്തെ ഒരു മരമാണ്. അത് മൂപ്പരെന്നെ ഒരിക്കൽ ആണി അടിക്കേണ്ട കാര്യമില്ല, അത് അത്ര കട്ടിയുള്ളതെന്നാണ്. അത് മൂപ്പരുണ്ടാക്കിയതാണ്. അതാണ് 4 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത്. അപ്പോൾ എടുക്കുന്നതിലധികം കൊടുക്കുക. നമ്മളെല്ലാറ്റിലും അത് ചെയ്യണം. എന്താ പറയുക, ഒരു തെങ്ങ് നടാനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുന്നത് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ എത്രയോ എടുത്തിട്ടുണ്ടാവുക. നമ്മൾ നമ്മുടെ പ്രായം നോക്കുക. ഇപ്പം എനിക്ക് എത്ര വയസ്സായി, ശരി,
ഞാൻ ഒരു ദിവസം എത്ര ഭക്ഷണം കഴിക്കുന്നുണ്ട്, എനിക്ക് എത്ര ഗ്രാം അരി വേണം, എത്ര ഗ്രാം അരി ഞാൻ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നുണ്ട്, എത്ര ദോശ കഴിക്കും, എത്ര ഇഡ്ഡലി കഴിക്കും, ഒരു ദിവസം അരിയുടെ കണക്കെടുക്കുക. അരിയുടെ മാത്രം നോക്കിയാൽ അങ്ങനെ ഒരു ദിവസത്തെ അരിയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിന് 365 കൊണ്ട് 365 ദിവസം ഞാൻ എത്ര എടുത്തു അരി, എത്ര കിലോ എടുത്തു, അതിനെ എൻ്റെ വയസ്സുമായിട്ട് ഗുണിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എത്ര എത്ര ടണ്ണ്, എത്രയോ ബോഗി ഉള്ളത് നമ്മൾ ശാപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെ കണക്കെടുത്താലും കഴിച്ച ചപ്പാത്തി നോക്കുമ്പോൾ എത്ര ഗോതമ്പ്, എത്ര പച്ചക്കറി, ഇങ്ങനെ എത്രയോ ഞാനിവിടുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിവിടുന്ന് കണക്ക് നോക്കുമ്പോൾ ഒരു പച്ചമുളകിൻ്റെ തൈ പോലും നട്ടിട്ടുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എടുക്കുന്നതിലധികം കൊടുക്കണം. അതിന് സ്പിരിച്വാലിറ്റിയിൽ വേറൊരു മാനമുണ്ട്. എന്താണ്? എടുക്കുക എന്നത് ശ്രവണമാണ്, പിന്നെയുള്ളത് മനനവും നിധിധ്യാസനവും, പിന്നെ അത് കഴിഞ്ഞാൽ കീർത്തനമാണ്, പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക മറ്റുള്ളവരുമായിട്ട്. അതാണ് നേരത്തെ സ്വാമിജിയുടെ കാര്യത്തിൽ ആ ഹിമാലയത്തിൽ നിന്ന് എടുത്തത് ലോകം മുഴുവൻ വാരി വെതറിയിട്ടുണ്ട്. എടുക്കുന്നതിലധികം കൊടുത്തു. ത്യാഗവും സേവനവും കൊണ്ട് ത്യജിക്കുക, സേവിക്കുക. ഉടമസ്ഥതയെ കൈയൊഴിഞ്ഞുകൊണ്ട് കർത്തൃത്വത്തിൽ, എങ്ങനെയാണോ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് നിഷ്കാമ കർമ്മം ബന്ധനം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞത്, അതുപോലെ ജനകനെ ഉദാഹരിച്ചുകൊണ്ട് എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെ എന്താണ്? ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു. അത് സത്യത്തിൽ അധിഷ്ഠിതമാണ്. എൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം ഞാൻ ധർമ്മവുമായി യോജിപ്പിച്ചിട്ടുള്ളതാണ്. ഇഷ്ടം ധർമ്മേഷു യോജയേ എന്ന് പറയും. അങ്ങനെ ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു. നന്മയുടെയും ധൈര്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും മാർഗത്തിലൂടെ നമ്മെ നടത്തുവാൻ, നന്മയുടെയും ധൈര്യത്തിൻ്റെയും, അതും വളരെ പ്രധാനമാണ്. ഈ നന്മയുടെ വഴിയിൽ പോകുമ്പം കുറച്ച് ധൈര്യവും കൂടെ വേണം. കാരണം എന്താണ്? നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതിരിക്കണം. നേരത്തെ സ്വാമിജിയുടെ കാര്യം പറഞ്ഞുവല്ലോ. ആചാരവാദികൾ അന്ന് അത് പറയുന്നത് കേട്ടു പോയിരുന്നെങ്കിൽ ഇന്നൊരു ചിന്മയാ മിഷൻ ഉണ്ടോ? ഇല്ല. അപ്പം അന്ന് അവിടെ സത്യത്തിൻ്റെയും തൻ്റെ വഴി കൃത്യമാണെന്നറിയാം. പിന്നെ എന്തുണ്ട്? ധൈര്യമുണ്ട്. അസാമാന്യമായ ധൈര്യമുള്ള ആളാണ്. എത്രയോ തടസ്സങ്ങൾ, എന്തൊക്കെ തടസ്സങ്ങൾക്ക് അതിനൊന്നും ഒരു വകയും വയ്ക്കാതെ തട്ടി മാറ്റി മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അതാണ് തൻ്റെ ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ തന്നെ കേൾക്കാൻ വരുന്നവർക്കും ഒക്കെ അവരോടൊക്കെ പറഞ്ഞ് അതാക്കിയിട്ടുള്ളത്. ഒരിക്കൽ പത്രക്കാരൻ ചോദിച്ചിരുന്നു, നിങ്ങൾ ഈശ്വരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണല്ലോ ഈ ആൾദൈവം എന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ, നിങ്ങൾ ദൈവമാണ് എന്ന്. അപ്പം സ്വാമിജി പറഞ്ഞത്, ഞാൻ ദൈവമാണോ എന്നുള്ളതല്ല, എൻ്റെ ഈ യജ്ഞശാലയിൽ നിന്ന് ഇത് കേട്ട് എഴുന്നേറ്റ് പോകുന്ന ഓരോരുത്തരും സ്വയം അവർക്ക് ഉറപ്പുണ്ട് അവർ ദൈവമാണ്. അവർക്ക് ഓരോരുത്തർക്കും അത് നീയാകുന്നു എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളാണ് തത്വമസി. അപ്പോൾ അവർക്ക് നല്ല ബോധ്യമാണ് ഞാനാണ് ആ സത്യമെന്ന്. അപ്പം എൻ്റെ യജ്ഞശാലയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഓരോരുത്തരും അവർ സ്വയം അറിയുന്നു ഞാൻ ദൈവമാണ്. അതിൽ ഞാൻ ശ്രദ്ധയുള്ളവനാണ്.
സ്വാമിജിയുടെ ഉത്തരങ്ങളെല്ലാം ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്? സ്വാമിജി അതിന് ഉത്തരം പറഞ്ഞത്, ഈ എന്നെ ദരിദ്രൻ്റെ ഉദരദാരിദ്ര്യത്തെക്കാൾ എന്നെ അലട്ടുന്നത് ധനികൻ്റെ മനോദാരിദ്ര്യമാണ്. ദരിദ്രൻ്റെ ഉദരദാരിദ്ര്യത്തെക്കാൾ എന്നെ അലട്ടുന്നത് ധനികൻ്റെ മനോദാരിദ്ര്യമാണ്. ആ ധനികൻ്റെ മനോദാരിദ്ര്യം ഉന്മൂലനം ചെയ്യാൻ അവൻ്റെ ഭാഷ അത് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോഴേ ഇവൻ്റെ ഈ ഉദരദാരിദ്ര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അവനിത് കേൾക്കേണ്ടതുണ്ട്. അവർ വലിയ ശരിയാ. വിവേകാനന്ദ സ്വാമികൾ പറയും, ഈ വിശക്കുന്നവനോട് വേദാന്തം പറയരുത് എന്ന് പറയാം. അവന് വിശപ്പിനുള്ളത് എന്തെങ്കിലും നിവർത്തിച്ചു കൊടുക്കണം. അവൻ്റെ വിശപ്പിൻ്റെ കാരണക്കാരൻ ആരാണ്? നമ്മുടെ രാജ്യം അങ്ങനെയല്ലേ, ഇപ്പോഴും അതല്ലേ. പട്ടിണി പാവങ്ങൾ പട്ടിണിയിലേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. ധനികരോ? അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതിനൊരു ഇതിലൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവാം. പക്ഷെ സ്വാമിജി അതൊന്നും കണക്കാക്കുന്ന ആളല്ല. ഒരു സമയത്ത് ബോംബെ ബാന്ദ്രയിൽ ആളുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല, മരിച്ചുപോയവരാ, ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചിന്മയ മിഷന് ഒരു സംഖ്യ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് വാങ്ങാൻ സ്വാമിജി വാങ്ങുന്നു ഒരു ജ്ഞാനയജ്ഞത്തിൽ. അപ്പോൾ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. കാരണം ഇത് ആ സമയത്ത് ഇദ്ദേഹം എന്തോ ഒരു വലിയ അഴിമതിയിലൊക്കെ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെയുള്ള കാശാണ്, അത് വാങ്ങരുത്, ഒരു തെറ്റായ കാര്യമാണ്, തെറ്റായ സന്ദേശം നൽകും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങൾ പലതും നടത്തിയിട്ടുണ്ട്. സ്വാമിജി അതൊന്നും കൂട്ടാക്കിയിട്ടില്ല. സ്വാമിജി പോയി അത് മേടിച്ചു, ആ പരിപാടി നടന്നു. അത് കഴിഞ്ഞ് ഇതേപോലെ പത്രപ്രവർത്തനമായിരുന്നല്ലോ, സ്വാമിജിയുടെ തന്നെ ജോലി അതായിരുന്നല്ലോ. അവരെന്ത് ചോദിക്കുന്ന അറിയാം. താൻ എന്താ ചെയ്യുന്നത് തനിക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞതുപോലെ എന്താണ് ഇവിടെ പറഞ്ഞല്ലോ, ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നയിക്കുന്നു. അപ്പോൾ ആ സത്യനിഷ്ഠയോടുകൂടി നയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പത്രക്കാർ എന്ത് ചോദിച്ചാലും പറയാൻ നല്ല ബോധ്യമുണ്ട്, എന്താ പറയേണ്ടത്. അപ്പം അവർ ഈ പറഞ്ഞതുപോലെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ. അതിന് സ്വാമിജി കൊടുത്ത ഉത്തരം വളരെ ലളിതമാണ്. ഈ ധനം എന്നത് അത് മഹാലക്ഷ്മിയാണ്. എന്നെ സംബന്ധിച്ച് അത് മഹാലക്ഷ്മിയാണ്. അത് കള്ളപ്പണം, വെളുത്ത പണം, ബ്ലാക്ക് മണി, വൈറ്റ് മണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മണിയൊന്നുമില്ല, നിങ്ങൾ ഉണ്ടാക്കുന്നതാണത്. എന്നെ സംബന്ധിച്ച് ഇത് ചിന്മയ മിഷനെ സംബന്ധിച്ച് ഞാനിത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എന്ത് പ്രവർത്തനത്തിനാണ്, അത് തന്നവരുടെ കണക്ക്, തന്നവരുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അത് അവർ ചെയ്യുന്നതാണ്. അതിൽ ഞാനതിൻ്റെ സോഴ്സ് ചോദിക്കണ്ട. എനിക്കൊരാൾ കാശ് തരുന്നതിൻ്റെ സോഴ്സ് നിങ്ങൾക്ക് എവിടുന്നാണ് ഈ കാശ് എന്ന് ഞാൻ അന്വേഷിക്കാറില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാനിത് എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചോദിക്കാം, എന്നോട് ചോദിക്കാം. അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുക, ചിന്മയ മിഷനിൽ എല്ലാ സ്വാമിജിമാരും ചിന്മയ മിഷൻ്റെ ജ്ഞാനയജ്ഞങ്ങൾ നടക്കുമ്പോൾ അവസാനത്തെ ദിവസം ഒരു ഗുരുദക്ഷിണ കവർ കൊടുക്കും. അതൊക്കെ മാന്യമായ രീതിയിൽ ചെയ്തിട്ടുള്ള ആളാണ് സ്വാമിജി. ആ ഗുരുദക്ഷിണ കവർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗുരുദക്ഷിണ കവറിൽ ഗുരുദക്ഷിണ എഴുതാനൊരു എത്രയാണ് നമ്മൾ കൊടുക്കുന്ന സംഖ്യ അത് എഴുതാം. നമ്മുടെ പേര്, അഡ്രസ്സ്, അന്നത്തെ ടെലിഫോൺ നമ്പർ എന്തൊക്കെയാണോ
നിങ്ങളുടെ ഇതുള്ളത്. നിങ്ങൾക്ക് എന്തിലൊക്കെ താല്പര്യമുണ്ട്, സ്റ്റഡി ക്ലാസ് ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ടിക്ക് ചെയ്ത് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾ എത്ര രൂപയാണ് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ കൂടെ വെച്ചിട്ട് ഒരു പെട്ടിയുണ്ട്, അതിൽ കൊണ്ടുവിടാം. സ്വാമിജി യജ്ഞപ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപ്പിടാനുള്ളതല്ല തരുന്നത്, ബുക്ക്ലെറ്റ് ആയിരിക്കും, അതാണ് തരിക. അപ്പോൾ അതിനൊക്കെ ഒരു കണക്കുണ്ട്. ഒരു സ്ഥലത്ത് ഗീതാജ്ഞാന യജ്ഞം നടത്തി കഴിഞ്ഞാൽ ആരൊക്കെ എത്ര കാശ് കൊടുത്തു ഒക്കെ അക്കൗണ്ടബിളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സ്വാമിജി വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തൻ്റെ മാർഗത്തിൽ തനിക്ക് വളരെ വ്യക്തതയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു എന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ആളുകളോട് കാശ് അത് ആരാണ് ഈ തരുന്നവൻ, കള്ളപ്പണക്കാരൻ്റെ കാശാണ്, ആ കാശാണ്, ഈ കാശ്, അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. അപ്പം അനുഭവിക്കുന്നതിൽ കൂടുതൽ കൊടുത്തും ത്യാഗവും സേവനവും കൊണ്ട് ഉത്കൃഷ്ടമായ ഒരു ജീവിതം സത്യനിഷ്ഠയോടെ നാം നയിക്കുന്നു. നന്മയുടെയും ധൈര്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും മാർഗത്തിലൂടെ നമ്മെ നടത്തുവാൻ ഭഗവത് കാരുണ്യത്തിനായി നാം പ്രാർത്ഥിക്കുന്നു. അതെ, ഇതിൽ സ്വാമിജിക്ക് ഈ പറഞ്ഞതുപോലെ നല്ല ക്ലാരിറ്റിയുള്ള ആളാണ്. തൻ്റെ ആളുകളും അനുയായികളും തന്നെ കേൾക്കുന്നവരും തൻ്റെ ദേശക്കാരും എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നൊരു ആഗ്രഹവും സങ്കല്പവും ഉള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് ആ വഴി പിന്തുടരണോ, തുടരാം. നമുക്കതിലെന്തുണ്ടായിരിക്കണം? വ്യക്തത ഉണ്ടായിരിക്കണം. വീട്ടിലാരെങ്കിലും ആശ്രമത്തിൽ ബെല്ലടിച്ചാൽ പേടിക്കേണ്ടതില്ല. ഇൻകം ടാക്സ് ആണോ സെയിൽ ടാക്സ് ആണോ, നിങ്ങൾക്കെല്ലാം കൃത്യമാണെങ്കിൽ എന്തിനു ഭയക്കണം? ഇതിനിപ്പോൾ ആശ്രമത്തിൻ്റെ കാര്യത്തിലല്ല, നമ്മുടെയൊക്കെ എല്ലാവരുടെയും കാര്യത്തിൽ. അതാണ് ആ കാരുണ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ ഭഗവത് കാരുണ്യം എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ്? നന്മയുടെയും ധൈര്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും മാർഗത്തിലൂടെ. പണ്ട് കാരണവന്മാർ പറഞ്ഞു തന്ന പ്രാർത്ഥന എന്താണ്? നല്ല വാക്കോതിടാൻ ത്രാണിയുണ്ടാകണമേ. അലവലാതിത്തരം പറയാൻ ത്രാണിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പം ആ ധൈര്യത്തിൻ്റെ, വിവേകത്തിൻ്റെ, സത്യനിഷ്ഠയുടെ മാർഗത്തിലൂടെ നടത്താൻ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ കാക്ഷിക്കുന്നു. ഭഗവാന്റെ പറയുക, കാരുണ്യത്തിനായി നാം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. നാരായണ ഗുരുദേവൻ പറയുന്ന ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ഭഗവാന്റെ കാരുണ്യം എന്താണ്? അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ. അപ്പം ഞാൻ ആരായി? ഞാൻ ഈ പ്രതിജ്ഞ എടുക്കുന്ന ഞാൻ അങ്ങയുടെ ഉപകരണമാണ്. അപ്പം ഞാൻ പ്രവർത്തിക്കുന്നത് ഈശ്വരൻ്റെ പ്രവർത്തനമാണ്. അതാണ് ഗീതയിൽ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഹേ അർജുന, നീ നിമിത്തമാണ്. സ്വാമിജി നമ്മളെ ഒരു നിമിത്തമാക്കുകയാണ്. ഈശ്വരൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മളിലൂടെ വരട്ടെ, എന്നിലൂടെ വരട്ടെ. ഭഗവാനെ എൻ്റെ കൈകൾ അങ്ങയുടെ കൈകളാണ്. പണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ക്രിസ്തുവിൻ്റെ വലിയൊരു രൂപം ബോംബ് വെച്ച് തകർക്കപ്പെട്ട ഒരു കഥയുണ്ടല്ലോ. അങ്ങനെ പിന്നീട് യുദ്ധമൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ ഈ രൂപം ഒന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് കൈകളില്ല. കൈകളിങ്ങനെ വിശാലമായ കൈകളിങ്ങനെ എന്താ പറയുക, ആളുകളെ യേശുദേവൻ വിളിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുന്നതായിട്ടുള്ള വലിയ വിശാലതയുടെ വെൽക്കം ചെയ്യുന്ന ഒരു കൈകളാണ്. അങ്ങനെയുള്ളതാണ്. അതില്ലാണ്ടായിപ്പോയി. അപ്പം അത് യോജിപ്പിക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ല, അത് തവിട് പൊടിയായി. അപ്പോൾ ഒരു ജ്ഞാനിയായിട്ടുള്ള പുരോഹിതൻ പറഞ്ഞു എന്നാ, അവിടെ യേശുവിൻ്റെ കഴുത്തിൽ വലിയൊരു പലകം എഴുതി വെച്ചു, നിങ്ങളുടെ കൈകളാണ് എൻ്റെ കൈകൾ. വലിയൊരു സന്ദേശമാണത്. ഇനി നിങ്ങളുടെ കൈകളാണ് എൻ്റെ കൈകൾ,
എനിക്ക് നിങ്ങൾ കൈകൾ വെക്കേണ്ടതില്ല, തിരയേണ്ടതില്ല. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കും. അങ്ങനെയാണല്ലോ നന്മ ചെയ്യുന്നവർക്കൊക്കെ, നമ്മൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ എൻ്റെ ഈശ്വരനാണ് അദ്ദേഹം എനിക്ക് കാണിച്ചതെന്ന്, ഈശ്വരനാണ് എന്ന് പറഞ്ഞ് പല ആളുകളെയും നമ്മൾ കേരളത്തിൽ അങ്ങനെ പല ആൾക്കാരും ഉണ്ടല്ലോ. നമ്മൾ പേരെടുത്ത് പറയണ്ട ഓരോരുത്തരെ, നിങ്ങൾക്കറിയാം. അവർ ജാതിയോ മതമോ മറ്റൊന്നും നോക്കാതെ ചെയ്യേണ്ടതാണ് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആൾക്കാരില്ലേ? എത്ര ആൾക്കാരുണ്ട്. പലരെയും നമ്മൾ അറിയാത്തവരും ഉണ്ട്. അപ്പോൾ അവിടുത്തെ കൃപാനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. സ്വരാജ്യ സേവനം സർവേശ്വര സേവനമാണെന്നും ഞാൻ എൻ്റെ രാജ്യത്തെ സേവിക്കുന്നതാണ് സർവേശ്വരനോടുള്ള സേവനം. രാജ്യം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ നമുക്ക് സേവിക്കാൻ? ഇല്ല. എൻ്റെ ചുറ്റുപാടിന് വേണ്ടത് ഞാൻ ചെയ്യുന്നത് സർവേശ്വരന് വേണ്ടിയുള്ളതാണ്. നമ്മൾ രാജ്യത്തുനിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രാജ്യത്തിൻ്റെയും കൂടെ പ്രതിനിധിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ആൾക്കാർ നമ്മുടെ രാജ്യത്തിനും കൂടെ നാണക്കേടാണത്. അപ്പോൾ സ്വരാജ്യ സേവനം സർവേശ്വര സേവനമാണ്. ഈ സ്വരാജ്യ സേവനത്തിന് പല മാനങ്ങളുണ്ട്. ഏത് രാജ്യവുമായി ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ എൻ്റെ കർമ്മങ്ങളെല്ലാം എൻ്റെ രാജ്യത്തിൻ്റെ സേവനമാണ്. അതിലൂടെ ഞാൻ സർവേശ്വരനെയാണ് സേവിക്കുന്നത്. അതുകൊണ്ട് സർവേശ്വരനെ സേവിക്കാൻ ഏറ്റവും നല്ല ഉപായം എന്താണ്? രാജ്യസേവനം. അല്ല കള്ളനോട്ടടിക്കലല്ല. കള്ളനോട്ടടിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി എന്തെങ്കിലും കൊടുക്കലാണോ? സ്വരാജ്യ സേവനം സർവേശ്വര സേവനമെന്നും, പിന്നെയോ ജനങ്ങളോടുള്ള ഭക്തി പരമാത്മാവിനോടുള്ള ഭക്തിയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾക്കതിലെന്തുണ്ട്? ട്രസ്റ്റ് ഉണ്ട്. എന്ത്? ജനങ്ങളോടുള്ള ഭക്തിയാണ് പരമാത്മാവിനോടുള്ള ഭക്തി. ഡിവോഷൻ, പ്രേമം. അതാരോട്? ജനങ്ങളോട്. എല്ലാ ജീവജാലങ്ങളിലും ഞാനാണ് സർവക്ഷേത്രേഷു ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരം തന്നെയാണ് അർജുന ക്ഷേത്രം. ഈ സർവക്ഷേത്രങ്ങളിലും ഞാൻ ക്ഷേത്രജ്ഞനാണ്. സർവ ശരീരങ്ങളും സർവജീവജാലങ്ങളും ശരീരങ്ങളാണ്. അപ്പം അതിനകത്തിരിക്കുന്ന ആ ജീവനായിരിക്കുന്നത് ഞാനാണ്. അപ്പം ആ ജനങ്ങളോടുള്ള ഭക്തിയാണ് പരമാത്മാവിനോടുള്ള ഭക്തിയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധമുണ്ട്. നമുക്ക് പലർക്കും ഇല്ലാത്തത് അതാണ്. എന്താണ് നമ്മുടെ കർത്തവ്യം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധവുമില്ല. നമ്മുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവുക, അത് നിറവേറ്റുവാനുള്ള പ്രാപ്തിയും ധീരതയും ഞങ്ങൾക്ക് നൽകുക. അത് നിറവേറ്റുവാനുള്ള പ്രാപ്തി, ധീരത. അർജുനനോട് ഭഗവാൻ പറയും, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. അർജുന, നീയാണ് നിന്റെ ശത്രു, നീയാണ് നിന്റെ മിത്രം. ഈ അധമ വിചാരങ്ങൾക്കൊപ്പം പോകുമ്പോൾ നീ തന്നെയാണ് നിന്റെ ശത്രു, അല്ലെങ്കിലോ നീയാണ് നിന്റെ മിത്രം. അതുകൊണ്ട് ഈ ഗുരുദേവൻ പറഞ്ഞ, സ്വാമിജി പറഞ്ഞ ഞങ്ങളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധമുണ്ട്. അവ നിറവേറ്റുവാനുള്ള പ്രാപ്തിയും ധീരതയും ഞങ്ങൾക്ക് നൽകുക. ഓം തത്സത്. ഇതാണ് മിഷൻ്റെ പ്രതിജ്ഞ. ഈ പ്രതിജ്ഞയിൽ ധർമ്മശാസ്ത്രങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഭഗവത്ഗീതയിലെ ഉപനിഷത്തുകളിലെ ആശയങ്ങൾ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്.
ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി.